ആഹ് കേന്ദ്ര സർക്കാർ ഇതാ രാസവളത്തിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മറ്റു പല വാർത്തകൾക്കിടയിൽ കേരളത്തിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്തയായിരുന്നു അത്. പക്ഷേ കൃഷി വകുപ്പ് ഉൾപ്പെടെ പറയുന്നു കേന്ദ്ര സർക്കാർ രാസവളത്തിന്റെ വില വർദ്ധിപ്പിച്ചത് കേരളത്തിന് വലിയ തിരിച്ചടിയാണ്. ഇതെങ്ങനെ പരിഹരിക്കാനാകുമെന്ന് കരുതുന്നില്ല എന്നൊക്കെ. അത്രയേറെ കൃഷി നമ്മുടെ കേരളത്തിലുണ്ടോ? ഒപ്പം കർഷകരൊക്കെ ഭയപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യമാണോ ഈ രാസവളത്തിന് വില വർദ്ധിപ്പിച്ചതിലൂടെയുള്ളത്? കേരളത്തിന്റെ പതിവ് രോദനമാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരെ നിൽക്കുന്നു. ഇപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ചേർക്കാവുന്ന ഒരു കാര്യം മാത്രമാണ് രാസവളത്തിന് കേന്ദ്ര സർക്കാർ വില വർദ്ധിപ്പിച്ചതായിട്ട് പറയുന്നത് കേരളത്തിനെ അഫക്റ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നു. നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രത്യേകത അറിയാമല്ലോ, അദ്ദേഹം രാസവളത്തിനെതിരാണ്, ജൈവ കൃഷിയുടെ വക്താവാണ് അദ്ദേഹം. കാരണം ഈ രാസവളങ്ങളൊന്നും ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യരുതെന്ന് പ്രചരിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രചാരണം നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം. പക്ഷേ അതുകൊണ്ട് കൃഷി നടക്കുകയില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇതിനോട് ക്ലബ് ചെയ്ത് പറയാവുന്ന വേറൊരു തമാശയുണ്ട്. അതായത് 2-3 ദിവസം മുമ്പാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടു. കേരളത്തിൽ ഇപ്പോഴും വലിയ തൊഴിലാളി വിഭാഗം എന്ന് പറയുന്ന കർഷക തൊഴിലാളികളാണ്. പക്ഷേ കൃഷിയില്ല, കൃഷി കുറഞ്ഞു. ഇതാണ് അവരുടെ, അതായത് കൃഷി കുറയുകയും കർഷക തൊഴിലാളികളുടെ എണ്ണം കൂടി നിൽക്കുകയും ചെയ്തു എന്നാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ടെത്തിയിട്ടുള്ളത്. ഈ പരിഷത്ത് എന്ന് പറയുന്ന സംഘടന എല്ലാ കാലത്തും ഈ കോമഡി ഉണ്ടാക്കാൻ വളരെ വിദഗ്ധരായിട്ടുള്ള കക്ഷികളാണ്. അവര് പണ്ട് കിണറും കുളമൊക്കെ മൂടണം എന്ന് പറഞ്ഞു, എന്നിട്ട് കാവുകളൊക്കെ വെട്ടിത്തെളിച്ചു. ഇപ്പോഴ് ഒരു ജാപ്പനീസ് രീതിയിൽ 10 സെന്റിന്റെ അകത്ത് മരങ്ങൾ വെച്ച് നട്ട് പിടിപ്പിക്കണം എന്ന് പ്രകടനം നടത്തുന്നു. അങ്ങനെ ഇത്തരം കോമഡികളൊക്കെ നടത്തുന്ന ഒരു സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഈ രാസവളത്തിന്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, രാസവളത്തിന് വില കൂട്ടിക്കഴിഞ്ഞാൽ കർഷകർക്ക് കുറച്ച് ഉണ്ടാകും. കാരണം നമ്മൾ ശീലിച്ചു വന്ന ഒരു കൃഷി രീതിക്കകത്ത് രാസവളങ്ങൾക്ക് അതിൻ്റെതായ ഒരു സ്വാധീനമുണ്ട്. ആ സ്വാധീനം അനുസരിച്ചിട്ട് വളം വേണം. വളം മേടിക്കാൻ തുടങ്ങുമ്പോൾ, വളം മേടിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് വളത്തിന്റെ വില കൂടി കഴിഞ്ഞാൽ പ്രയാസം ഉണ്ടാകും. പക്ഷേ കൃഷി എന്ന് പറയുന്ന വകുപ്പ് സംസ്ഥാന വകുപ്പ് കൂടിയാണ്. അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് അത് സബ്സിഡി കൊടുക്കാം. കൃഷിയുള്ള സ്ഥലങ്ങളിൽ UP-യിലും പഞ്ചാബിലും ബീഹാറിലുമൊക്കെ ആന്ധ്രയിലുമൊക്കെ ഈ വളങ്ങൾക്ക് അതാത് സർക്കാരുകൾ സബ്സിഡി കൊടുക്കും. നമ്മളുടെ സർക്കാർ പരാതി പറയും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസുകൾ പോയി പിക്കറ്റ് ചെയ്യും. എന്താണ് ഇതിൻ്റെ തമാശ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാസവളങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു രാസവളം എന്ന് പറയുന്നത് യൂറിയയാണ്. യൂറിയ മെയിനായിട്ട് കേരളത്തിൽ ഉപയോഗിക്കുന്നത് കൃഷിക്കാണോ എന്ന് ഗവൺമെന്റ് ഒന്ന് അന്വേഷിക്കണം. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കേരളത്തിലെ യൂറിയയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ എന്ന് പറയുന്ന പ്ലൈവുഡ് കമ്പനിക്കാരാണ്. പ്ലൈവുഡ് ഒട്ടിക്കാനുള്ള റെസിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് യൂറിയ. കേരളത്തിൽ ധാരാളം പ്ലൈവുഡ് കമ്പനികളുണ്ട്. പിന്നെ ഇപ്പോൾ റബ്ബറൊക്കെ കടുംപെട്ട് വെട്ടാനിട്ടേക്കുന്നത് വെട്ടിക്കൊണ്ടുപോയി പ്ലൈവുഡും എംബോർഡും ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഫാക്ടറികൾക്ക് യൂറിയ കിട്ടണം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി വകുപ്പ് വ്യവസായ വകുപ്പാണോ കൃഷി വകുപ്പാണോ എന്നുള്ളത് നമ്മൾ സംശയിക്കണം. കൃഷി വകുപ്പ് ഇപ്പം കിടന്ന് നിലവിളിക്കുന്നത് ഇതുപോലെയുള്ള രാസവളങ്ങളുടെ വില കുറയ്ക്കണം. രാസവളങ്ങളുടെ വില കുറയ്ക്കുക എന്ന് പറയുമ്പോൾ യൂറിയയുടെ വില കുറയും. യൂറിയയുടെ വില കുറയുമ്പോൾ പ്ലൈവുഡ് കമ്പനിക്കാർക്ക് ലാഭം ഉണ്ടാകും. ഇതാണ് കേരളത്തിലെ കൃഷി വകുപ്പിന്റെ കൃഷി. അല്ലാതെ കർഷകർക്ക് രാസവളം കൊടുക്കാനാണെങ്കിൽ അവർക്ക് സബ്സിഡി കൊടുക്കണം. സബ്സിഡി കൊടുക്കുമ്പോൾ അവരെ ഡോക്യുമെന്റ് ചെയ്യണം. എത്ര കർഷകരുണ്ട്, എത്ര ഏരിയയിൽ കൃഷി നടക്കുന്നുണ്ട്, ആ കൃഷിക്ക് വേണ്ട വളം എത്രയാണ്, ആ വളത്തിന് എങ്ങനെയാണ് സബ്സിഡി കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കൊടുത്തിട്ട് അത് കണക്ക് കൂട്ടിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു റേഷ്യോയിൽ അവർക്ക് സബ്സിഡി കൊടുക്കണം. അപ്പൊ ഈ സബ്സിഡി കൊടുക്കേണ്ടി വരുമ്പോൾ പറ്റുചീട്ട് അഥവാ
ടാക്സ് റെസീറ്റ് ഒരു മസ്റ്റാകും. ഈ ടാക്സ് റെസീറ്റ് വെച്ചിട്ട് പ്ലൈവുഡ് കമ്പനിക്ക് വളം കൊടുക്കാൻ പറ്റുകയില്ല. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി. അവിടെയാണ് ഈ കൃഷി വകുപ്പുകാരുടെ കളി എന്ന് പറയുന്നത്. കൃഷി വകുപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് കർഷകനെ ഉദ്ധരിക്കണം എന്നുണ്ടെങ്കിൽ സൗജന്യ വള സൗജന്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മറ്റവർ കൊണ്ടുപോകും. ഇനിയിപ്പം പ്ലൈവുഡ് കമ്പനികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ഈ ഒരു സ്കീം ഉണ്ടാക്കിയിട്ട്, അതായത് സബ്സിഡിക്ക് വളം കിട്ടുന്ന ഒരു സ്കീം ഉണ്ടാക്കിച്ചിട്ട് ഈ നെൽവയലുകളൊക്കെ അങ്ങ് മേടിച്ചാൽ മതി. അവർ പ്ലൈവുഡ് കമ്പനി അവർക്കൊക്കെ അതിനൊക്കെയുള്ള കാശുണ്ട്. ആ കാശ് കൊടുത്ത് മേടിക്കാമെങ്കിൽ കേരളത്തിലെ ഇപ്പോൾ ഭൂവുടമകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ നീർത്തടങ്ങളൊക്കെ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ അവർക്ക് ഒരു ആശ്വാസമാകും. ഈ സ്ഥലമൊന്ന് കയ്യിൽ നിന്ന് വിട്ടൊഴിയും. അതുപോലെ തന്നെ കൃഷി വകുപ്പ് ഈ വാശി പിടിക്കുന്ന നീർത്തട വികസനം അല്ലെങ്കിൽ എന്താണ് നെൽകൃഷി എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശവും ഈ പറയുന്ന രാസവളങ്ങളുടെ സബ്സിഡി അല്ലെങ്കിൽ അതിന് കിട്ടുന്ന വിലക്കുറവിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പിടുത്തമാണ്. ശരിക്കും നമ്മൾ അതിൻ്റെ സത്യം കൃഷി വകുപ്പ് തുറന്നു പറഞ്ഞിട്ട് അതിനെന്താ വേണ്ടത്? വ്യാവസായിക ആവശ്യങ്ങൾക്ക് യൂറിയ ഉപയോഗിക്കുകയാണെങ്കിൽ വ്യാവസായിക വിലയ്ക്ക് കൊടുക്കണം. പി രാജീവ് മന്ത്രി അതിൻ്റെ അകത്ത് ഇടപെടണം. അവർക്ക് വേണേലും വ്യവസായ വകുപ്പിന് സബ്സിഡി കൊടുക്കാം യൂറിയ ഉപയോഗിക്കുന്നതിന്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലാതെ ഈ പറയുന്ന വനരോധനം അല്ലെങ്കിൽ ഈ പറയുന്ന കള്ളക്കരച്ചിൽ മുതലക്കണ്ണീര് കൊണ്ട് കേരളത്തിലെ കൃഷി രക്ഷപ്പെടുന്ന പ്രശ്നമേ ഇല്ല. കാർഷിക വകുപ്പിന് എന്തെങ്കിലും കാർഷിക വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കും അത് ഭരിക്കുന്ന പാർട്ടിക്കുമൊക്കെ മെച്ചമുണ്ടായിരുന്നിരിക്കും. അല്ലാതെ ഈ പറയുന്ന രാസവള വില കുറവിനെതിരെ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തിട്ട് മറ്റെന്തെങ്കിലും മെച്ചം ഉണ്ടാകും എന്ന വിശ്വാസമില്ല. സാർ പറഞ്ഞതുപോലെ ഈ രാസവളങ്ങളുടെ വർധനവിൽ സംസ്ഥാന സർക്കാർ എന്തിനിത്ര ആശങ്കപ്പെടുന്നു എന്നതാണ് നിലനിൽക്കുന്ന ഒരു ചോദ്യം. അത് തന്നെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. കൃഷി ഉള്ളയിടത്തല്ലേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുള്ളൂ. അപ്പോൾ എന്തിനാണ് നമ്മുടെ കൃഷി വകുപ്പ് ഇക്കാര്യത്തിൽ തലപുണ്ണാക്കുന്നത് എന്നറിയാൻ സാധിക്കുന്നില്ല. കേന്ദ്രം എന്ത് ചെയ്താലും കേരളത്തിന് അതിൽ അതൃപ്തി എന്നുള്ളത് അവർ തുടർച്ചയായി എടുത്തു വരുന്ന ഒരു നടപടി ആയതുകൊണ്ട് തന്നെ ഇതും അങ്ങനെയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ടായിരിക്കാം ഇതും എതിർത്തത്. എല്ലാം എതിർത്ത് സംസാരിക്കണമല്ലോ. അതുകൊണ്ട് രാസവളങ്ങളുടെ വില വർദ്ധിപ്പിച്ചതും അവർ എതിർത്തു എന്നുള്ളതാണ്. കുറഞ്ഞ ചെലവും അധ്വാനവും വിളവ് കൂടുതലും ഇതൊക്കെയായിരുന്നു പദ്ധതി. പക്ഷെ ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നത് വിലയിരുത്തേണ്ടതാണ്. ഒപ്പം ഏറ്റവും ഒടുവിലായി നമുക്ക് അവശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മറുചോദ്യം എന്ന് പറയുന്നത് കേന്ദ്രം രാസവളങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിൽ സംസ്ഥാന സർക്കാരോ കേരളത്തിലെ കൃഷി വകുപ്പോ ആശങ്കപ്പെടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? കൃഷി ഉള്ളിടത്തല്ലേ ഈ ആശങ്കകൾ വേണ്ടൂ എന്ന ചോദ്യമാണ് ചർച്ചയ്ക്കൊടുവിലും നമുക്ക് അവശേഷിപ്പിക്കാനുള്ളത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു അശോക് സർ.